ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ദുൽഖർ സൽമാൻ സിനിമകൾ വീണ്ടും ബാക്ക് ടു ബാക്ക് ആയിട്ട് വീണ്ടും തിയേറ്ററിലേക്ക് തകർത്താടാൻ എത്തുന്നു. ആദ്യം തന്നെ എത്താൻ വേണ്ടി പോകുന്നത് കാന്ത എന്ന് പറയുന്ന ചിത്രമാണ്. സെൽവമണി സെൽവരാജ് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. തിരക്കഥയും അദ്ദേഹത്തിൻ്റെത് തന്നെയാണ്. ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു ചിത്രം ഓഗസ്റ്റ് ആദ്യം തിയേറ്ററിൽ എത്തുമെന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. ദുൽഖർ സൽമാന്റെ കൂടെ വലിയൊരു താരനിര തന്നെ ചിത്രത്തിൽ എത്തുന്നുണ്ട്. ദുൽഖർ സൽമാൻ തന്നെയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. തമിഴിലാണ് ഈ ഒരു സിനിമ ഒരുങ്ങിയിട്ടുള്ളത്, മലയാളത്തിലും അതോടൊപ്പം തന്നെ തെലുങ്കിലും ഒരേ സമയത്ത് ഈ ഒരു സിനിമ റിലീസ് ചെയ്യും. റിലീസ് ഡേറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. തിയേറ്റർ ചാർട്ടിംഗ് കാര്യങ്ങളെല്ലാം ചിത്രത്തിൻ്റെത് നടന്നു വരികയാണ്. ദുൽഖർ സൽമാന്റെ തന്നെ വേഫെയറർ ഫിലിംസ് ആണ് ഈ ഒരു സിനിമ കേരളത്തിൽ വിതരണത്തിനെത്തിക്കുക. തമിഴിലെ ഒരു ട്രൂ സ്റ്റോറിയെ ആധാരമാക്കിയാണ് ഈ ഒരു സിനിമ സെൽവമണി സെൽവരാജ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. വലിയ പ്രതീക്ഷയോടുകൂടെ കാത്തു നിൽക്കുന്ന സിനിമയുടെ ഓരോ അപ്ഡേറ്റുകളും ഉടൻ തന്നെ പുറത്തു വന്നു തുടങ്ങും. ടീസറും ട്രെയിലറും പിന്നെ മികച്ച പോസ്റ്റേഴ്സും സിനിമയുടെ ഒരു ഭാഗം അല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അവതരിക്കുക എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നതാണ്. ദുൽഖർ സൽമാന്റെ വേഫെയറർ ഫിലിംസ് നിർമ്മിച്ച് കല്യാണി പ്രിയദർശനെയും അതോടൊപ്പം തന്നെ നസ്ലിനെയും പ്രധാന താരങ്ങളാക്കി ലോക എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സ് സിനിമ വരുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രം ഓണം റിലീസായിട്ട് തിയേറ്ററിൽ എത്തും എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡൊമിനിക് അരുൺ ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ലോക എന്ന് പറയുന്ന ചാപ്റ്റർ 1 ചന്ദ്ര എന്ന പേരിലാണ് ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുക. ടൊവിനോ തോമസ് ചിത്രത്തിൽ ഒരു ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദുൽഖർ സൽമാനും ചിത്രത്തിൽ ഒരു ക്യാമിയോ റോളിൽ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു കേൾക്കുന്നു. അതിന്റെ വാസ്തവം എന്താണെന്ന് അറിയില്ല. തെലുങ്കിൽ DQൻ്റെതായിട്ട് വീണ്ടും വരുന്ന ആകാശം ലോ ഒക്കധാര എന്ന് പറയുന്ന ചിത്രത്തിന്റെ 95% ഷൂട്ടും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി DQ അഭിനയിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത് മലയാളത്തിൽ നിന്നും നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത് പുറത്തു വരാനിരിക്കുന്ന ഐ ആം ഗെയിം എന്ന് പറയുന്ന ചിത്രത്തിലാണ് DQ ഇനി അഭിനയിക്കുന്നത്. അതിന്റെ 2ാം ഷെഡ്യൂൾ ഹൈദരാബാദിൽ ആരംഭിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഷെഡ്യൂൾ ട്രിവാൻഡ്രത്ത് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷെഡ്യൂളിൽ DQ ഇല്ലായിരുന്നു. സെക്കൻഡ് ഷെഡ്യൂളായ ഹൈദരാബാദിലും DQ ഉണ്ടാവില്ല. 3ാമത്തെ ഷെഡ്യൂളിലാണ് DQന്റെ ഭാഗങ്ങളെല്ലാം ചിത്രീകരിച്ച് തുടങ്ങുക. 2026 ആദ്യം ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കും സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ. ഞാൻ ജിനു ജനാസ്. ബൈ.